അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ. എല്ലാവരും സന്തോഷത്തിലാണെന്ന് കരുതുന്നു. ആരെങ്കിലും എന്തെങ്കിലും പ്രയാസങ്ങളിലോ ബുദ്ധിമുട്ടുകളിലോ ഉണ്ടെങ്കിൽ അള്ളാഹു എല്ലാവിധ പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കുമാറാവട്ടെ. ആമീൻ എന്ന് സാന്ദർഭോചികമായി തുടക്കത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് പേര് കോമൺലി ചോദിക്കുന്ന ഒരു ഡൗട്ട്സിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് പേര് പേഴ്സണലി ആയിട്ടും വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ദാമ്പത്യ ജീവിതം. ഈ ദാമ്പത്യ ജീവിതം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സുവർണമായ ഒരു കാലഘട്ടമാണ്. അതായത് നമ്മളൊരു വ്യക്തി എന്ന ഒരു പൊസിഷനിൽ നിന്ന് ഒരു ഫാമിലി എന്നൊരു പൊസിഷനിലേക്ക് ചേഞ്ച് ആകുന്ന ഒരു കാലഘട്ടമാണ് ദാമ്പത്യ ജീവിതം എന്നുള്ളത്. നമ്മുടെ ഭാര്യ, നമ്മുടെ സന്താനങ്ങൾ, ഭയങ്കര സന്തോഷകരമായ ഹാപ്പിനെസ് നൽകുന്ന ഒരു സന്ദർഭമാണ്, അല്ലെങ്കിൽ ഒരു കാലഘട്ടമാണ്. പക്ഷേ പലർക്കും അത് ആസ്വദിച്ചെടുക്കുവാൻ, അല്ലെങ്കിൽ പലർക്കും അത് വൃത്തിയായ നല്ല മട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെടുന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. ഭാര്യ ആയാലും ഭർത്താവായാലും കോമൺലി രണ്ടുപേരും പേഴ്സണലി പലരുമായിട്ട് ബന്ധപ്പെടുന്നുണ്ടാവും. എൻ്റെ ഫോളോവേഴ്സിൽ പലരും എന്നോട് കോമൺലി ചോദിച്ച ഒരുപാട് ഡൗട്ട്സുകളാണ് ഈ ദാമ്പത്യ ജീവിതത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മറികടക്കാനുള്ള പരിഹാരം എന്താണ്. നമ്മളെ മുമ്പിലുള്ള ഏറ്റവും വലിയ ഏതൊരു ഭാര്യയ്ക്കും ഏതൊരു ഭർത്താവിനും റോൾ മോഡലാക്കാൻ പറ്റിയ ഒരു ഭാര്യയും ഒരു ഭർത്താവും ഉണ്ട്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, പ്രവാചകന്റെ പുന്നാര മകളായ ഫാത്തിമ ബീവിയും. വളരെ എന്താ പറയുക, എത്ര സ്റ്റാർ കൊടുക്കണം എന്നറിയില്ല, എല്ലാ ഭാര്യ ഭർത്താക്കന്മാർക്കും റോൾ മോഡലാക്കാൻ പറ്റിയ ഒരു ദാമ്പത്യ ജീവിതമായിരുന്നു ഫാത്തിമ ബീവിയുടെയും അലിയാർ തങ്ങളുടെയും. പട്ടിണിയിൽ ഏറ്റവും ദാരിദ്ര്യത്തിലെ ലോകത്തിലെ ഏറ്റവും വലിയ ഫക്കീർ എന്ന് വിശേഷിപ്പിക്കാം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അലിയാർ തങ്ങളുടെ കയ്യിൽ ഫാത്തിമ ബീവിയെ പ്രവാചകന് കൊടുക്കുമ്പോൾ, കൈ പിടിച്ച് ഏൽപ്പിക്കുമ്പോൾ രണ്ടുപേർക്കും പ്രവാചകൻ കൊടുത്തൊരു നിർദ്ദേശമുണ്ട്. അലിയാർ പാവപ്പെട്ടവരാണ്, അതുകൊണ്ടൊന്നും നീ വിഷമിക്കരുത് ഫാത്തിമ. ഫാത്തിമയോട് പറയുകയാണ്, ഫാത്തിമ, നിനക്ക് ലോകത്തിലെ ഏറ്റവും നല്ലൊരു ഭർത്താവിൻ്റെ കയ്യിലാണ് നിന്നെ ഞാൻ ഏൽപ്പിച്ചിട്ടുള്ളതെന്ന് പ്രവാചകന്റെ സുന്ദരമായ അധ്യാപനമുണ്ട്. അങ്ങനെ ഫാത്തിമ ബീവി പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് ഫാത്തിമ ബീവിയുടെ മനസ്സിനുള്ളിൽ അതിയായൊരു ആഗ്രഹം, ഒന്നുമല്ല എല്ലാ ഭാര്യമാരും ആഗ്രഹിക്കുന്നത് പോലെ പ്രസവ സമയത്ത് നല്ല ഭക്ഷണങ്ങളും നല്ല രുചികരമായ ഫ്രൂട്ട്സുകളും എല്ലാം കഴിക്കാൻ എല്ലാവരും ആഗ്രഹിക്കും. അതുപോലെ ഫാത്തിമ ബീവി ആഗ്രഹിച്ച ഒരു ഫലമായിരുന്നു റുമ്മാൻ പഴം. അങ്ങനെ അലിയാർ തങ്ങൾ തൻ്റെ കയ്യിലുള്ള ചില്ലറയും അടുക്കി പൊറുക്കി അങ്ങാടിയിൽ പോയിട്ട് ഫാത്തിമ ബീവി ആഗ്രഹിക്കുന്നത് പോലെ റുമ്മാൻ പഴം വാങ്ങി വരുന്ന സമയത്താണ് ഒരു പാവപ്പെട്ട ഒരു യാചകനെ കാണുന്നത്. വിശപ്പിൻ്റെ കാഠിന്യത്തിനാൽ അലിയാർ തങ്ങളുടെ മുമ്പിൽ കൈ നീട്ടിയ ആ യാചകനെ നിരാശനാക്കാൻ അലിയാർ തങ്ങളുടെ മനസ്സാഗ്രഹിച്ചില്ല. തൻ്റെ കയ്യിലുള്ള റുമ്മാൻ പഴം, തൻ്റെ കയ്യിലുള്ള അല്ലറ ചില്ലറ ക്യാഷും എടുത്ത്, അല്ലയോ പാവപ്പെട്ട അലിയാർ തങ്ങൾ, ഫക്കീറിൻ്റെ അങ്ങേയറ്റത്തുള്ള അലിയാർ തങ്ങൾ വീട്ടിൽ നിന്ന് അവിടെ നിന്നും ഇവിടെ നിന്നും കിട്ടിയ കുറച്ച് പൈസ കൊണ്ട് വാങ്ങി സ്വന്തം പത്നിക്ക് വേണ്ടി പ്രസവ സമയത്ത് വാങ്ങിയ റുമ്മാൻ പഴത്തിന് വേണ്ടി യാചകൻ കൈനീട്ടിയപ്പോൾ അലിയാർ തങ്ങൾ അത് യാചകന് കൊടുക്കുകയാണ്. അങ്ങനെ ഇനി ഫാത്തിമ ബീവിക്ക് മുമ്പിൽ ഞാൻ എന്തും മറുപടി പറയുമെന്ന് ചിന്താകുലനായ അലിയാർ തങ്ങൾ വീട്ടിലെത്തുകയാണ്. ഫാത്തിമ ബീവിയുടെ മുമ്പിലെത്തിയപ്പോൾ ഫാത്തിമ ബീവി ചോദിക്കുകയാണ്, എവിടെ എൻ്റെ റുമ്മാൻ? ഞാൻ ഒരുപാട് നേരമായി ആഗ്രഹിച്ചിരിക്കുകയാണ്. അലിയാർ തങ്ങൾ ഫാത്തിമ ബീവിയോട് പറയുകയാണ്, നിനക്ക് വിഷമമാവുന്നില്ലെങ്കിൽ, നിനക്ക് സങ്കടമാവില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. ഞാനിങ്ങനെ റുമ്മാൻ വാങ്ങി തിരിച്ചു വരുന്ന സമയത്ത് ഒരു പാവപ്പെട്ട യാചകൻ ഒരുപാട് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ ഒരു യാചകൻ എൻ്റെ മുമ്പിൽ കൈ നീട്ടിയപ്പോൾ ആ റുമ്മാൻ പഴം ഞാൻ ആ യാചകന് കൊടുക്കുകയുണ്ടായി. അല്പനേരം മൗനത്തിലായ ഫാത്തിമ ബീവി അലിയാർ തങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ആ റുമ്മാൻ പഴം എൻ്റെ കയ്യിൽ ഈ ഒരു ഗർഭിണിയായിരിക്കുന്ന സമയത്ത് കൊണ്ടുവന്ന് എനിക്ക് തരുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും സന്തോഷം നൽകിയത് ആ യാചകന്, വിശപ്പിൻ്റെ കാഠിന്യത്തിൽ നിൽക്കുന്ന ആ യാചകന് നിങ്ങൾ കൊടുത്ത ആ റുമ്മാൻ പഴം കൊടുത്ത ആ സന്ദർഭമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എന്താ അല്ലേ, പരസ്പരമുള്ളൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. സ്വന്തം ഭർത്താവിനെ ഭാര്യ തിരിച്ചറിയുകയും സ്വന്തം ഭാര്യയെ ഭർത്താവ് തിരിച്ചറിയുക എന്നുള്ളതാണ് ഒരു ദാമ്പത്യ ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റായ, അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയ നിമിഷം എന്നുള്ളത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിയുക. സ്വന്തം ഭർത്താവ് ഇത് ക്യാഷ് ഇല്ലെങ്കിൽ ആ ക്യാഷ് ഇല്ല എന്നുള്ളത് മനസ്സിലാക്കി തങ്ങളെയും കൊണ്ടാകുന്ന രീതിയിൽ തങ്ങളുടെ ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ മനസ്സിലാക്കി എടുക്കലാണ്
ഒരു ദാമ്പത്യ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ്, തൻ്റെ ഭർത്താവിൻ്റെ ഒരു മാസക്കൂലി അല്ലെങ്കിൽ മാസ വരുമാനം 10,000 ആണെങ്കിൽ ആ 10,000-ത്തിനുള്ളിൽ കഴിയുന്ന ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഭാര്യയും ഭർത്താവും തയ്യാറാവണം. ഭർത്താവിന് ഒരു 10,000 സാലറി കിട്ടുന്നുണ്ടെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ഭാര്യ മാസം 30,000-40,000 വരെ ചെലവാക്കുന്നുണ്ടെങ്കിൽ സ്വന്തം ഭർത്താവിനോട് യാചിച്ച് പ്രയാസപ്പെടുത്തുന്ന ഒരു രീതി ഭാര്യയിൽ ഉണ്ടെങ്കിൽ അതിന് ദാമ്പത്യ ജീവിതം എന്നല്ല പറയുക, അടിമപ്പണി എന്ന് വിശേഷിപ്പിക്കാം. ഒരുപാട് പേര് ചോദിച്ചൊരു ഡൗട്ടാണ്, ഭർത്താവ് ഒന്നും വാങ്ങിത്തരുന്നില്ല. കഴിയുമെങ്കിൽ എല്ലാ ഭർത്താക്കളും വാങ്ങിത്തരും. ആരും നിങ്ങളെ ചീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആരും നിങ്ങളെ സ്നേഹിക്കാതെയോ പ്രയാസപ്പെടുത്താനോ ഒരാളും ആഗ്രഹിക്കുകയില്ല. അതിനാണ് കല്യാണത്തിന് മുമ്പ് പോയി കാണലും സംസാരിക്കലും ഒരു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിയുന്ന ഒരു പ്രോഗ്രാം, ഒരു പരിപാടിയല്ല നമ്മുടെ നാട്ടു നടപ്പായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം കെട്ടിയാൽ മതി. ഒരാളുടെയും നിർബന്ധത്തിന് നിങ്ങൾ വഴങ്ങേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി. ഇത് നമുക്ക് ഇങ്ങനെ ഇടക്കിടക്ക് മാറ്റി കളിക്കാൻ പറ്റുന്ന വസ്തുവല്ലല്ലോ. വീടിൽ നിന്ന് ഇപ്പോൾ ഒരു പേന വാങ്ങിക്കൊടുത്തിട്ട് പേന തെളിയില്ല, നമുക്ക് അവിടെ തിരിച്ചുകൊണ്ടേ കൊടുക്കാം, അത് തിരിച്ചു കൊടുക്കും കടക്കാരം. ഇത് അതേപോലെയല്ലോ ഭാര്യ അല്ലെങ്കിൽ ഒരു ഭർത്താവ് എന്നുള്ളത്. അത് നമ്മുടെ സെലക്ഷനാണ്. അത് ഏറ്റവും ബെസ്റ്റ് ആവാൻ നമ്മൾ എന്താവണം, തയ്യാറാകണം. കെട്ടിക്കൊടുന്ന് നമ്മുടെ വീട്ടിലെത്തിയ ശേഷം പിന്നെ അത് ഓക്കെ അല്ല എന്ന് പറയുമ്പോൾ അതിലർത്ഥമല്ല. അപ്പോൾ അലിയാർ തങ്ങൾ നമ്മോട് പറഞ്ഞു തന്ന, അല്ലെ അലിയാർ തങ്ങൾ ഫാത്തിമ ബീവിയുടെ ജീവിതത്തിലൂടെ നമുക്ക് മാതൃകയാക്കി തന്ന ഹദീസുകളെല്ലാം കാണപ്പെടുന്നൊരു പ്രാർത്ഥനയുണ്ട്. ഫസ്റ്റ് നൈറ്റ് നമ്മൾ കല്യാണം കഴിഞ്ഞ് അല്ലെങ്കിൽ നിക്കാഹ് കഴിഞ്ഞ ആദ്യ രാത്രി, ആദ്യ മണിയറയിലേക്ക് സ്വന്തം ഭാര്യ കടന്നു വന്നതിന് ശേഷം ഭർത്താവ് ഭാര്യയുടെ മൂർധാവിൽ തൊട്ടിട്ട് ഇവിടെ തൊട്ടിട്ട് പറയേണ്ട അല്ലെങ്കിൽ ചൊല്ലേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. കല്യാണം കഴിഞ്ഞവരാവട്ടെ, കല്യാണം കഴിക്കാൻ പോകുന്നവരാണെങ്കിൽ, എസ്പെഷ്യലി കല്യാണം കഴിക്കാൻ പോകുന്നവർ നിർബന്ധമായും ഈ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ പറഞ്ഞിരിക്കണം. നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് ഭാര്യയോട് കൂടെ ആദ്യ ദിവസം മണിയറയിൽ ഇരിക്കുന്ന സമയത്ത് 2 റക്അത്ത് സുന്നത്തെല്ലാം നിസ്കരിച്ചിട്ട് നിങ്ങൾ ഈ പ്രാർത്ഥന നിർബന്ധമായും ചൊല്ലിയിരിക്കണം. നിങ്ങൾ ചൊല്ലിയോ അന്ത്യാവസാനം വരെ നിങ്ങളുടെ ഭാര്യ ഭർത്താവ് എന്നുള്ള ആ പൊസിഷൻ അല്ലെങ്കിൽ ആ ദാമ്പത്യ ജീവിതത്തിലെ ആ ആ ഒരു കാലഘട്ടം സൂപ്പറായിരിക്കും. നിങ്ങളായിരിക്കും ലോകത്തിലെ ഏറ്റവും നല്ലൊരു ഭാര്യയും ഭർത്താവും. ആ ഒരു പ്രാർത്ഥനയാണ് ഞാൻ പറയാൻ പോകുന്നത്. സ്ക്രീനിൽ കാണുന്നത് പോലെ ഞാനത് വായിച്ചു തരാം. ബാറക്കല്ലാഹു ലികുല്ലി വാഹിദിൻ മിന്നാ ഫീ സ്വാഹിബിഹി അല്ലാഹുമ്മ അസ്അലുക ഖൈറഹാ വ ഖൈറ മാ ജബൽതഹാ വ അഊദു ബിക മിൻ ശർരിഹാ വ ശർരി മാ ജബൽതഹാ. ഈ സ്ക്രീനിൽ കാണുന്ന പ്രാർത്ഥന, പടച്ച റബ്ബേ, ഞങ്ങളിൽ ഓരോരുത്തരിലും ഞാനും എൻ്റെ ഭാര്യയും ഇന്നൊരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണ്. ബർക്കത്ത് തരണേ അല്ലാഹ്, ബർക്കത്ത് തരണേ അല്ലാഹ്. അതുപോലെ ഇവളിൽ എനിക്ക് തരാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും ഹൈറായ കാര്യങ്ങൾ മാത്രം നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഇവളിൽ എന്തെങ്കിലും ഷെറുകൾ ഉണ്ടെങ്കിൽ ഞാൻ അതിനെ തൊട്ട് കാവൽ തേടുന്നു എന്നാണ് ഇതിൻ്റെ പച്ച മലയാളം, സിമ്പിളായിട്ടുള്ള അർത്ഥം. അതാണ് ആദ്യമായിട്ട് നിങ്ങളൊരു മണിയറയിൽ പ്രവേശിച്ചതിന് ശേഷം ആദ്യമായി സുന്നത്ത് നിസ്കാരത്തിന് ശേഷം സ്വന്തം ഭാര്യയോട് ചെയ്യേണ്ട കാര്യം. വലത് കൈ അവളുടെ നെറ്റിത്തടത്തില്ല, ഇവിടെ മൂർധാവിൽ വെച്ചിട്ട് ഈ പ്രാർത്ഥന ചൊല്ലുക. അതുപോലെ സ്വന്തം ഭാര്യയെ പൊരുത്തപ്പെടുക എന്നുള്ളത് അല്ലെങ്കിൽ സ്വന്തം ഭർത്താവിനെ പൊരുത്തപ്പെടുക എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം. 6 വിശേഷണങ്ങൾ അല്ലെങ്കിൽ 6 സ്വഭാവമുള്ള ഒരു ഭാര്യയെ തീർച്ചയായും ഭർത്താവ് സൂക്ഷിക്കുക തന്നെ വേണം. ഞാൻ നിങ്ങൾ ഓർഡറിൽ പറഞ്ഞു തരാം. നമ്പർ 1 എന്നുള്ളത് എപ്പോഴും പരാതി പറയുന്ന, വിലപിക്കുന്ന ഭാര്യ. എന്തു ചെയ്തു കൊടുത്താലും എപ്പോഴും അവൾക്ക് പരാതിയേ ഉള്ളൂ. അങ്ങനത്തെ ഒരു ഭാര്യ നിങ്ങൾക്ക് സ്യൂട്ടബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഭാര്യയല്ല. എപ്പോഴും പരാതികൾ മാത്രം, എന്ത് ചെയ്തു കൊടുത്താലും പരാതികൾ മാത്രം. എന്ത് നല്ലത് ചെയ്താലും അതിലെന്തെങ്കിലും ന്യൂനതകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മകളോ കാണിച്ച് ചൂണ്ടിക്കാട്ടി പരാതികൾ പറയുന്ന ഭാര്യയെ നിങ്ങൾ സൂക്ഷിക്കണം. മറ്റൊന്നെന്നുള്ളത് ഭർത്താവിന് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ പറയുന്ന ഭാര്യ. സ്വന്തം ഭർത്താവിന് എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ 2-3 ആൾക്കാരെ കൂടെ കൂടും, അല്ലെങ്കിൽ വീട്ടിലൊരു പരിപാടിയൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ എവിടെയും വീട്ടിൽ വേറെ എവിടെയെങ്കിലും പ്രോഗ്രാമിൽ എന്തെങ്കിലും ഫംഗ്ഷൻസോ കാര്യങ്ങളോ ഉണ്ടാകുമ്പോൾ ഓളെ പണി എന്താ വെച്ചാൽ, എൻ്റെ ഭർത്താവിന് ഞാൻ ഇങ്ങനെ ചെയ്തു കൊടുത്തു, ഓൻ്റെ തുണി ഞാൻ അലക്കി കൊടുത്തു, ഓൻ്റെ കുപ്പായം ഞാൻ ഇസ്തിരിയിട്ട് കൊടുത്തു. ചെറിയ ചെറിയ കാര്യങ്ങൾ മറ്റുള്ളവർക്കിടയിൽ എടുത്തു പറയുന്ന ഭാര്യയാണെങ്കിൽ ആ ഭാര്യ നിങ്ങൾ സൂക്ഷിക്കുക തന്നെ വേണം. 3ാമത്തെ ഒരു വിഷയം എന്നുള്ളത് ചീത്ത പേരുള്ള സ്ത്രീ. പിന്നെ ചീത്ത പേരുള്ള സ്ത്രീ എന്ന് പറയുമ്പോൾ പരിശുദ്ധമായ ഖുർആനിൽ ഒരു വാചകമുണ്ട്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഒരു കലാമുണ്ട്.
അതായത് നല്ല ആൾക്കാർക്ക് നല്ല ഭാര്യമാരെ കിട്ടുള്ളൂ. നമ്മളെങ്ങനെയാണ് അതിനനുസരിച്ച് നമ്മൾ സ്ത്രീയും വരുള്ളൂ. നമ്മുടെ ജീവിതം ഫുള്ളൊരു മോശപ്പെട്ട ഒരു കാലഘട്ടത്തിൽ മോശപ്പെട്ട ഒരു സ്വഭാവത്തിലാണെങ്കിൽ നമ്മളെ ഭാര്യയും അത്തരത്തിൽ മോശപ്പെട്ടൊരു ഭാര്യ ആയിട്ടേ കിട്ടുള്ളൂ. അത് നിങ്ങൾ എങ്ങനെ സെലക്ട് ചെയ്താലും അങ്ങനെ കുഫൊത്തിട്ടേ അത് വരുള്ളൂ. അപ്പൊ നമ്മൾ നല്ലവരായിരിക്കണം. നമ്മൾ നല്ലവരായാൽ നമ്മുടെ ഭാര്യയും നല്ലവരാവും. മനസ്സിലായോ? അപ്പൊ ചീത്ത പറയുന്ന, എപ്പോഴും മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുന്ന ഒരു ഭാര്യയാണ് നിങ്ങളതെങ്കിൽ ഇറ്റ്സ് ഡേഞ്ചർ. ഏറ്റവും ഗുരുതരമായ ഒരു ഭാര്യയാണ് എപ്പോഴും മോശപ്പെട്ട സംസാരങ്ങളും പ്രവർത്തനങ്ങളും ചെയ്യുന്ന ഭാര്യ. ആ ഒരു ഭാര്യയെ നിങ്ങൾ സൂക്ഷിക്കണം. നാലാമത്തെ വിഷയം എന്നുള്ളത്, എല്ലാ സാധനങ്ങളിലും കണ്ണു വെക്കുന്ന ഭാര്യ. ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡ്. ഭർത്താവിൻ്റെ കയ്യിലുള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയുന്ന ഒരു ഭാര്യയാകണം. എവിടെ പോയാലും എല്ലാ സാധനങ്ങളിലും അപ്പുറത്തെ പെരീൻ്റെ ഒരു നല്ല ഹൈ ക്ലാസ് നല്ല സോഫ്റ്റ്നെസ് ആയ ഒരു ബെഡ് വാങ്ങിയാൽ ഇൻകുമാണ് അങ്ങനത്തെ ബെഡ്, ഇൻകുമാണ് അങ്ങനത്തെ കമ്പിളി, ഇൻകുമാണ് അങ്ങനത്തെ തലക്കണി. ഇങ്ങനത്തെ ഒരു ഭാര്യ നിങ്ങൾക്കുണ്ടോ, ആ ഭാര്യയെ സൂക്ഷിക്കണം. 5, മുഖം ഭംഗിയാക്കാൻ കൂടുതൽ സമയം ചെലവാക്കുന്ന ഭാര്യ. ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തൊക്കെ പറഞ്ഞാൽ അതെന്തായാലും ശ്രദ്ധിക്കണം. കാരണം ഓൽക്കൊന്ന് ഒരുങ്ങി തയ്യാറാവണമെന്നെ ഒരു 40-50 മിനിറ്റ് വേണ്ടിവരും. അവിടെ തേക്കുക, ഇവിടെ തേക്കുക. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഓരോരുത്തരെയും ഏറ്റവും പെർഫെക്റ്റായ, ഏറ്റവും ഭംഗിയുള്ള കോലത്തിനാണ് ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളതെന്ന് പടച്ച റബ്ബ് ഖുർആനിലൂടെ പറയുന്നു. അപ്പൊ നമ്മൾ ചൊറുക്കുന്നതൊക്കെ കൂട്ടും, ശരി തന്നെയാണ്, അതൊക്കെ ഓക്കെ. പക്ഷെ അതിനായിട്ട് ജീവിതത്തിലെ കൂടുതൽ സമയം കണ്ടെത്തുന്ന ഒരു ഭാര്യയാണ് നിങ്ങളതെങ്കിൽ ആ ഭാര്യയെ സൂക്ഷിക്കണം. മറ്റൊന്നുള്ളത്, അമിതമായ പരദൂഷണങ്ങൾ പറയുന്ന ഭാര്യ. വൈകുന്നേര സമയങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ വീട് മുറ്റങ്ങളിലോ എല്ലാവരും പാടെ കൂടും. അപ്പുറത്തിപ്പുറത്തെയും അയൽവാസിയും കുടുംബക്കാരും സ്ത്രീകളൊക്കെ വന്നിട്ട് ഓരോരുത്തരെ കുറിച്ച് ഇങ്ങനെ ആശങ്കി, പരദൂഷണം, നമീമത്ത്, അയ്ബത്ത് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഏറ്റവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, സ്വർഗത്തിൽ ഒരിക്കലും നമീമത്ത് പറയുന്ന ഒരു വ്യക്തി ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അയ്ബത്ത് പറയുന്ന ഒരു വ്യക്തി ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. കളവ് പറയുന്ന വ്യക്തി ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. പടച്ച റബ്ബ് പൊരുത്തപ്പെട്ട് തന്നിട്ടില്ലെങ്കിൽ അവരുടെ കാര്യം കട്ടപ്പുകയാണ്. അങ്ങനത്തെ ഒരു ഭാര്യ വൈകുന്നേര സമയങ്ങളിൽ അവിടെയും ഇവിടെയും കൂടി മറ്റുള്ളവരെ കുറിച്ച് പരദൂഷണങ്ങളും ഏഷണിയും അയ്ബത്തും നമീമത്തും കളവും പറയുന്ന ഒരു ഭാര്യയാണ് നിങ്ങളുടെതെങ്കിൽ ആ ഭാര്യയെ നിങ്ങൾ സൂക്ഷിക്കണം. ഈ ഒരു 5 കാറ്റഗറിയിലുള്ള ഭാര്യമാരെ തീർച്ചയായും നിങ്ങൾ സൂക്ഷിക്കണം. ഒന്നുകിൽ അവരെ പറഞ്ഞു മനസ്സിലാക്കുക. നിങ്ങൾക്കത് ഓക്കെ അല്ലെങ്കിൽ അതെന്താവും, അതിൻ്റെ രീതിയിൽ ഒന്നില്ലെങ്കിൽ ത്വലാഖ് ചൊല്ലുക എന്ന് ഞാൻ പറഞ്ഞത് ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ത്വലാഖ് ചൊല്ലുന്നവരെ ഒരു കാരണവുമില്ലാതെ, പ്രത്യേകിച്ച് മൈന്യൂട്ട് കേസുകളിൽ ത്വലാഖ് ചൊല്ലുന്നവരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്രക്കും നീചമായ മോശപ്പെട്ട രീതിയാണെങ്കിൽ നിങ്ങൾക്ക് ഉചിതം ത്വലാഖ് ചൊല്ലുക തന്നെയാണ്. അതന്നെ വീണ്ടും പറയുന്നു, മൈന്യൂട്ട് കാരണങ്ങളാണെങ്കിൽ, ചെറിയ റീസൺ ആണെങ്കിൽ ഒരിക്കലും ത്വലാഖ് ചൊല്ലരുത്. ഗുരുതരമായ പ്രശ്നങ്ങൾ നിങ്ങളുടെ ഭാര്യയിൽ, ഗുരുതരമായ വീഴ്ചകൾ നിങ്ങളുടെ ഭാര്യയിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബന്ധപ്പെട്ടത് ത്വലാഖ് ചൊല്ലൽ തന്നെയാണ്. നിങ്ങൾക്കറിയുമല്ലോ, ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന ഒരു വിഷയമാണ് ത്വലാഖ് എന്നുള്ളത്. ത്വലാഖ് എന്നുള്ളത് ഗുരുതരമായ വീഴ്ചയാണ്. സ്വന്തം ഭർത്താവിനെയോ ഭാര്യയോ എങ്ങോട്ടുമാവട്ടെ ത്വലാഖ് ചെല്ലുക എന്നുള്ളത് പ്രവാചകൻ ശപിച്ച വിഷയമാണ്. അത്രയും ഗൗരവമായി എണ്ണിയ കാര്യമാണ്. അതുകൊണ്ടല്ലേ ലഅന ശപിച്ചു എന്ന് പറയുന്നത്. ആവശ്യമില്ലാതെ ചെറിയ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ സ്വന്തം ഭാര്യയോ ഭർത്താവിനെയോ ത്വലാഖ് ചൊല്ലുകയാണെങ്കിൽ ഇറ്റ്സ് വെരി ഡേഞ്ചർ. ഏറ്റവും ഡേഞ്ചറായ പ്രവൃത്തിയാണ്. അതുകൊണ്ട് അത് സൂക്ഷിക്കുക. കാരണം ഇന്നത്തെ ഒരു തലമുറയിൽ, ഈ ഒരു കാലഘട്ടത്തിൽ കൂടുതൽ സംഭവിക്കുന്ന വിഷയമാണ് ത്വലാഖ് ചെല്ലുക എന്നുള്ളത്. നമുക്കറിയാം, കേരളത്തിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ മാസങ്ങളൊക്കെ നടന്ന വിഷയം, 2 ഇടുക്കിക്കാരികളായ 2 സ്ത്രീകളാണ് ആത്മഹത്യ ചെയ്തത്. സ്വന്തം ഭർത്താവിൻ്റെ വീഴ്ചയാണെന്ന് പറയുന്നു. ഭർത്താവിൽ നിന്നുള്ള പെരുമാറ്റച്ചട്ടങ്ങളും പെരുമാറ്റ രീതികളും എല്ലാം മോശത്തരത്തിലായതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തതെന്ന് പറയുന്നു. വിഭജികയും അതുല്യ എന്നാണ് തോന്നുന്നത് 2 സ്ത്രീകളുടെ പേര്. ഒരു സ്ത്രീ സ്വന്തം കുഞ്ഞിനെയും കൂട്ടിയാണ് ആത്മഹത്യ ചെയ്തത്. അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടെ പോകുമ്പോൾ നമ്മുടെ ദാമ്പത്യ ജീവിതം ഏറ്റവും സക്സസ്ഫുൾ ആയ രീതിയിൽ, വിജയകരമായ രീതിയിൽ പൂർത്തിയാക്കാനും ഈ ഒരു ദാമ്പത്യ ജീവിതം തന്നെ പടച്ചറപ്പിൻ്റെ പരലോക കോടതിയിലും നമുക്ക് ഒന്നിച്ച് മുന്നേറാൻ സാധിക്കും. അതുപോലെ ഏറ്റവും കൂടുതൽ പതിവാക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. അത് കല്യാണം കഴിഞ്ഞവരാട്ടെ കഴിക്കാൻ പോകുന്നവരാട്ടെ, റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വസുരിയാതിനാ ഖുർറത അഅ്യുനി വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. സ്ക്രീനിൽ കാണുന്ന പ്രാർത്ഥന, പടച്ചറപ്പെ ഏറ്റവും നല്ല മക്കളെയും സന്താനങ്ങളെയും നല്ല ഭാര്യ ഭർത്താക്കന്മാരെയും നല്ല ഇണയായിട്ട് ഞങ്ങൾക്ക് തരണമേ റബ്ബേ. അതാണ് അതിൻ്റെ പച്ചമലയാളം. റബ്ബന ഹബ് ലനാ
മിന്ന സുവാജിന വസുരിയാത്തിന, ഭാര്യ ഭർത്താക്കന്മാരിൽ നിന്നും മക്കളിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും നല്ലത് ഏറ്റവും പെർഫെക്റ്റ് ഉള്ളതിനെ ഞങ്ങൾക്ക് തരണമേ എന്നാണ് അതിൻ്റെ പച്ച മലയാളം, സിമ്പിളായ ഒരു മീനിങ്. അതുകൊണ്ട് അത് ജീവിതത്തിൽ കൂടുതൽ പതിവാക്കാൻ ശ്രമിക്കുക. ദാമ്പത്യ ജീവിതത്തിലെ ആദ്യ രാത്രി, മണിയറയിലെ ആദ്യ രാത്രി ഞാൻ മുൻ പറഞ്ഞ പ്രാർത്ഥനയും മറക്കരുത്. അള്ളാഹു നമ്മുടെ എല്ലാ മക്കളെയും നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാരെയും എല്ലാവരെയും പടച്ചിറപ്പ് സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ, ഒരു പരാതികളും ഇല്ലാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോടുകൂടെ ജീവിതകാലം മുഴുവൻ ഹൈറായ രീതിയിൽ ജീവിക്കാൻ പടച്ചിറപ്പ് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തോ എനിക്കറിയില്ല, എൻ്റെ ഉപ്പന്റെ പ്രാർത്ഥന മോളെ, അത്രയും നല്ലൊരു മനുഷ്യനെ എനിക്ക് കിട്ടിയത്. ഓർമ്മക്കുറവാണ്, നമുക്ക് ഓർക്കാൻ പറ്റുമോ? സുന്ദരമായ 5 മക്കളെ ജന്മം നൽകി കൊടുത്തിട്ട് ഓർമ്മയില്ല. ഞാൻ രാത്രി മൂത്രയിക്കാനോ മറ്റെന്തോ ആവശ്യത്തിന് നിൽക്കുമ്പോ ഇവിടുന്ന് എഴുതുന്നത് കാണാം. ഒരു ദിവസം ഞാനൊക്കെ പിടിച്ച് വാങ്ങി നോക്കുമ്പോ കുറെ നല്ല കഥകളാണ്. അപ്പൊ അത് ഞാൻ കണ്ടപ്പോൾ പറഞ്ഞ സന്തോഷം, നല്ല കാര്യമാണ്, ഇനി എഴുതിക്കോ. യാതൊരു പഠിപ്പും വിവരമില്ലാത്ത നമ്മൾക്ക് എന്തിനാ ദൈവത്രയും വലിയൊരു അനുഗ്രഹം തന്നെന്നിട്ട് ആലോചിച്ചിട്ട് എനിക്ക് കണ്ണ് നിറഞ്ഞിട്ട് ചങ്ക് പൊട്ടി ഭയങ്കര കരച്ചില്. പിന്നെ കരച്ചില് കഴിഞ്ഞാലേ പിന്നെ ഞാൻ പുസ്തകമൊക്കെ ആയിട്ട് നിന്നത്. അപ്പോ എല്ലാരും വരി, ഐറ, ഇഫ്ര, അബി, എല്ലാരും വരി. സമു, എന്താന്നറിയാം ഞാൻ പറഞ്ഞത് വേണ്ട ചേട്ടന്, കാരണം ഇവർക്ക് നിങ്ങൾക്കറിയാന്ന് അവൻ അറിയത്തില്ല. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അവനുണ്ടല്ലോ ആ ഒരു പേടി, ആ ഒരു ബഹുമാനം നിങ്ങളടുത്തും പോവും. എന്നാലും അവൻ നന്നാവത്തില്ല. നിങ്ങൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ ഒഴിച്ച് ലോകത്തുള്ള എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ട്സ് എല്ലാവരും നമുക്ക് ഈ എന്താ പറയാ, ഉറങ്ങുന്നവനെ ഉണർത്താൻ പറ്റും, ഈ ഉറക്കം നടിക്കുന്നവനെ നമുക്ക് ഉണർത്താൻ പറ്റത്തില്ല എന്ന് പറയത്തില്ല. അത് കറക്റ്റാ. അതാണ് നിതീഷ്. കാരണം അവനൊരു കുടുംബം അല്ല വേണ്ടത്. അവനിങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കണം, വലിയ വണ്ടിയിൽ അങ്ങനെ ഇങ്ങനെ അടിച്ചെടുക്കണം. എന്ത് ചോദിച്ചാലും പറയുന്നത്, കൊച്ചിന് ഞാൻ ഫ്ലാറ്റ് വാങ്ങിച്ചല്ലോ, കൊച്ചിന് ഫ്ലാറ്റ് വാങ്ങിച്ച്, വണ്ടി വാങ്ങിച്ച്, ഇപ്പൊ കൊച്ചിന് അതാണല്ലോ ആവശ്യം. ഇതൊക്കെ വാങ്ങിച്ചപ്പോഴേക്കും എല്ലാം ആയിന്ന്. അത് നിതീഷിന് അറിയാൻ വയ്യാത്ത കാര്യമൊന്നുമല്ല. നിതീഷ് പൊട്ടനൊന്നും അല്ലല്ലോ. അവരെ വീട്ടുകാരെന്താ ചെയ്തിട്ടുള്ളതെന്നും അവരെ വീട്ടുകാരെന്താ ചെയ്യണേന്നും എല്ലാം അവന് കറക്റ്റായിട്ട് അറിയാം. അവൻ ചുമ്മാ ഒരു എന്താ പറയാ, നമ്മളെ വീട്ടിൽ ഇരിക്കുന്ന പെണ്ണുങ്ങളെ പറയത്തില്ല ചില ആണുങ്ങൾ, അത് തന്നെ എന്നെ പറയാം. എന്ത് പറഞ്ഞാലും എന്നെ പറയാ, അത്ര നീ കാരണം അതൊരു എക്സ്ക്യൂസ് ആയിട്ട് എടുക്കുന്നു, അത്ര തന്നെ. ഈ ലോകത്ത് ആര് പറഞ്ഞാലും അവൻ കേൾക്കാൻ പോകുന്നില്ല. കാരണം ഒത്തിരി പറഞ്ഞാൽ പറയേണ്ടവരൊക്കെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എന്തേനാ, അവരച്ഛൻ തന്നെ എന്റെ അമ്മയെ വിളിച്ച് പറയുന്നിട്ടില്ലേ, അപ്പൊ ഇപ്പോഴത്തെ ആൺപിള്ളേർ അങ്ങനെയാന്ന്. 2 ദിവസം 3 ദിവസമൊക്കെ വീട്ടിൽ കയറാണ്ട് എവിടെങ്കിലും പോയി തങ്ങിയിട്ട് വരുന്നവനെ സ്വന്തം അച്ഛൻ തന്നെ എന്റർടൈൻ ചെയ്യുന്നു. എന്റെ അമ്മയുടെയും എന്റെ കുഞ്ഞിനെ ഞാൻ പിടിച്ചേക്കുന്നത്. അവരെ മുന്നേ ചില പറഞ്ഞു, ഡിവോഴ്സ് ഒന്നും ഇപ്പൊ പുത്തിരിയൊന്നും അല്ല, ഇങ്ങനെയൊക്കെ ഒരു അച്ഛന്റെ സംസാരം. പെങ്ങള് പിന്നെ പറയണ്ടായിരിക്കുമല്ലോ. പിന്നെ അവൻ എന്താ വേണം? ഇത്രയും നല്ല സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലി അല്ലേ കൂടെയുള്ളത്. കയ്യില് പൂത്ത കാശില്ലായിരുന്ന സമയത്തും ഞാൻ കൂടെ വേണമായിരുന്നു. കാശായപ്പം പുറകാലം കൊണ്ട് ചവിട്ടിക്കളയുന്നു. കളയട്ടെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. കാണിക്കാവുന്ന അത്രയും കാണിക്കട്ടെ ഞാനും വിചാരിക്കണേ. നിങ്ങൾ ഈ കല്യാണം കഴിഞ്ഞവരാണോ അതോ കല്യാണം കഴിക്കാൻ പോകുന്നവരാണോ? ആരായാലും ഒരിക്കലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കളയരുത്. ആധുനികമായ ന്യൂ ജനറേഷൻ കാലഘട്ടത്തിൽ കല്യാണത്തിനോട് മുന്നോടിയായിട്ട് മണിയറ ഒരുക്കങ്ങളെല്ലാം തകൃതമായി എല്ലാ കുടുംബവും ഒരുക്കി കൊടുക്കുമ്പോൾ ഓരോ വധുവും വരനും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. 1400 വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുന്നാര മരുമകൻ അലി റളിയല്ലാഹുവിന്റെ പുന്നാര മോള് ഫാത്തിമയെ മണിയറയിൽ ഇരുത്തിയിട്ട് ഫസ്റ്റ് നൈറ്റിൽ മൂർദാവിൽ തൊട്ടിട്ട് ചൊല്ലിക്കൊടുത്ത ഒരു ശ്രേഷ്ഠമായ സിക്റുണ്ട്. ബാറക്കല്ലാഹു ലി കുല്ലി വാഹിദി മിന്നാ ഫീ സ്വഹിബിഹി എന്ന് താഴെ കാണുന്ന സിക്ർ. മാസങ്ങൾ കൊണ്ടും കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ടും ദാമ്പത്യ ജീവിതത്തിലെ ഡൈവോഴ്സ് കേസുകൾ നിരന്തരമായി നാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അലി റളിയല്ലാഹുവിന്റെ ഈ സിക്ർ, അതല്ലെങ്കിൽ ഈ ഔഷധത്തിന് വളരെയധികം പുണ്യമേറുകയാണ്. പട്ടിണിയുടെ പട്ടികുഴിയിൽ ജീവിച്ച അലി റളിയല്ലാഹുവിന്റെയും ഫാത്തിമ ബീവിയുടെയും ചരിത്ര കഥകൾ കേൾക്കുമ്പോൾ എത്ര സുന്ദരമായിട്ടാണ് അവർ അവരുടെ ദാമ്പത്യ ജീവിതം കഴിച്ചുകൂട്ടിയത്. അപ്പോൾ ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുന്ന ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, എനിക്കല്ല, ഇസ്ലാമിന്റെ 4ാം ഖലീഫ ജീവിച്ചിരിക്കെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരിൽ ഒരാളായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുന്നത്, നിക്കാഹ് കഴിഞ്ഞ ഉടനെ വരൻ ആദ്യമായി വധുവിനെ കാണുമ്പോൾ അവളുടെ മൂർദാവിൽ തൊട്ട് ഈ സിക്ർ ഒന്ന് ചൊല്ലിക്കൊടുക്കാൻ ശ്രമിക്കുക. അതുപോലെ
കല്യാണം കഴിക്കാനിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും മസ്റ്റായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ്.